തിരുവനന്തപുരത്ത് ഇസ്ലാമിക ഭീകരരുടെ ഇടപെടൽ ശിവക്ഷേത്രം പൂട്ടിച്ചു. ബാലരാമപുരം ആറാലുമൂട് ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം ഉണ്ടായത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിലെന്ന് കാട്ടി SDPIയുടെ പരാതിയിൽ നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറിയാണ് ഗേറ്റ് പൂട്ടി നോട്ടീസ് പതിപ്പിച്ചത്. നടപടിയിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ. ബാലരാമപുരം ആറാലുമൂട് ചെറിയകോണം ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറി താഴിട്ട് പൂട്ടിയത്. നഗരസഭാ ഭൂമിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് സൂചിപ്പിച്ച് താഴിട്ട് പൂട്ടി നോട്ടീസ് പതിപ്പിക്കുകയായിരുന്നു. അനുമതി ലംഘിച്ച് ക്ഷേത്രഭൂമിയിൽ പ്രവേശിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിലൂടെ നഗരസഭാ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി. ഭക്തരുടെ അപേക്ഷ കൈക്കൊള്ളാതെയാണ് സെക്രട്ടറിയുടെ പ്രതികാരം. ഞാൻ തന്നെ ഗേറ്റ് പൂട്ടിയപ്പോൾ ഞാൻ തന്നെ ചെന്ന് കാലിൽ വിടുന്നു. കാലിൽ പൂട്ടല് കത്തിങ്ങനങ്ങൾക്ക് വരാനുള്ള ഞാൻ പൂട്ടല്ലെന്ന് പറഞ്ഞു. അമ്മ അങ്ങോട്ട് മാറിയിരിക്കാമേ, നമുക്ക് പിന്നെ പൂട്ടണ്ട അമ്മേ, ഞങ്ങൾ എന്നാലും നമുക്ക് കോവിലിൽ പോറ്റിയൊക്കെ വരണം കാലത്ത് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് അവന്മാർ എന്നെ എന്തരമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തള്ളി വിട്ടിട്ട് അവന്മാരങ്ങ് പൂട്ടി. SDPI ഭീഷണിയെ തുടർന്ന് ക്ഷേത്രം പൂട്ടിയെന്നാണ് ക്ഷേത്ര ഭരണസമിതിയും ഭക്തരും വ്യക്തമാക്കുന്നത്. നഗരസഭാ സെക്രട്ടറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. അവിലും മലരും കുന്തിരിക്കവും കരുതിക്കോ, നിന്റെയൊക്കെ കാലന്മാർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ ആ ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ SDPI ആണ് നഗരസഭയുടെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന കവാടത്തെ ഗേറ്റിട്ട് പൂട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷക്കാലമായി വളരെ മതസൗഹാർദ്ദത്തോടു കൂടി പ്രദേശത്ത് കഴിഞ്ഞിരുന്നതാണ്. ഭൂരിപക്ഷ മുസ്ലിങ്ങൾ സഹോദരന്മാരും ഹിന്ദുക്കളുമൊക്കെ ആയിട്ട് വളരെയധികം മതസൗഹാർദ്ദത്തോട് കഴിഞ്ഞിരുന്ന ഈ പ്രദേശത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ SDPI എന്ന ദേശദ്രോഹ സംഘടനയുടെ ഇടപെടലാണ് ഇത്തരത്തിലൊരു വിഷയം വഷളാക്കിയിട്ടുള്ളത്. ഇത് കാലാകാലങ്ങൾ 80 വർഷത്തിലധികമായിട്ട് വെച്ച് ആരാധിച്ചു പോരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു പ്രധാന ആശ്രയ കേന്ദ്രമാണ്. ഈ ക്ഷേത്രം പൂട്ടുന്നതിലൂടെ ഹിന്ദു സമൂഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരും SDPIക്കാരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരസഭ ക്ഷേത്രത്തിലേക്കുള്ള ഈ കവാടം 80 വർഷത്തിലധികമായിട്ട് നിത്യാരാധന നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഈ കവാടം നഗരസഭയുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയെന്ന് അറിഞ്ഞ ഉടൻ തന്നെയാണ് കേരള ക്ഷേത്ര സംരക്ഷണയും മറ്റ് ഹൈന്ദവ സംഘടനകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിക്കൊപ്പം ഇവിടുത്തെ ഭക്തജനങ്ങൾക്കൊപ്പം എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഈ പോരാട്ടത്തിൻ്റെ അവസാനം വരെയും കേരള ക്ഷേത്ര സംരക്ഷണ ഉണ്ടാവും. 100 വർഷത്തിലേറെ പഴക്കമുള്ള ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രം ജീർണോദ്ധാരണത്തിന്റെ ഭാഗമായി കനാലിന്റെ മറുകരയിൽ പുനഃപ്രതിഷ്ഠ നടത്തി. സ്വാതന്ത്ര്യ സമരസേനാനിയായ രാമനാഥൻ നായർ നൽകിയ ഭൂമിയിലാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. ഈ ഭൂമിയാണ് നഗരസഭയുടേതെന്ന് ആരോപിച്ച് നോട്ടീസ് നൽകി താഴിട്ട് പൂട്ടിയത്. നടപടി പിൻവലിക്കാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ഹിന്ദു ഐക്യവേദി മുന്നറിയിപ്പ് നൽകി. ജനം, തിരുവനന്തപുരം.